नमो तस्स भगवतो अरहतो सम्मा सम्बुद्धस्स नमो तस्स भगवतो अरहतो सम्मा सम्बुद्धस्स बुद्धं शरणं गच्छामि धम्मं शरणं गच्छामि संघं शरणं गच्छामि द्वितीयं बुद्धं शरणं गच्छामि तृतीयं धम्मं शरणं गच्छामि तृतीयं संघं शरणं गच्छामि तृतीयं बुद्धं शरणं गच्छामि तृतीयं धम्मं शरणं गच्छामि तृतीयं संघं शरणं गच्छामि पाणातिपाता वेरमणि सिक्खापदं समादियामि अदिन्नदाना वेरमणि सिक्खापदं समादियामि कामेषु मिथ्याचारा वेरमणि सिक्खापदं समादियामि मूसावादा वेरमणि सिक्खापदं ശാന്തിയും സമാധാനവും കൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ ശുദ്ധമാക്കുന്നു. സത്യസന്ധമായ സംസാരത്തിലൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ശുദ്ധമാക്കുന്നു. ജാഗ്രതയും വ്യക്തതയും വികസിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ ശുദ്ധമാക്കും. പൂജ വണഗന്ധഗുണോപേതം ഏതം കുസുമസംഗതി പൂജയാമി മുനിന്ദസ ശ്രീപാദസരോരുഹേ പൂജേമി ബുദ്ധം കുസുമേന നേന പുയ്യേന മിഥ്യേന ലഭാമി മോക്ഷം രൂപം വിലായതി യദാ ഇദം മേ കായോ തഥായാതി വിനാ സ്വഭാവം ഘനസാരപതിതേന ദീപേന തമകംസിന തിലോകദീപം സംബുദ്ധം പൂജയാമി തമോരുധം സുഗന്ധികായ വദനം ആനന്ദഗുണഗന്ധിന സുഗന്ധിനാഹം ഗന്ധേന പൂജയാമി തഥാഗതം ബുദ്ധം ധമ്മം ച സംഘം സുഗതദനുഭവ രാഘവോ രാഘുഗബ്ബെ ലങ്കായ ജംബുദീപെ വിദസപുരവരെ നാഗലോകേ ചതുർവേ സപേ ബുദ്ധസവിന്ദേ സകലത സദിസേ യേസലോമാതിദാതു വന്ദേ സപേ വിബുദ്ധം ദസബലതനുജം ബോധിചേത്യം നമാമി വന്ദാമി ചേത്യം സബ്ബം സബ്ബഠാടേഷു പഠിതം ശാരീരികധാതു മഹാബോധി ബുദ്ധരൂപം സകലം സദാ. ഇവിടെ മനുഷ്യജീവൻ നീർപോളയ്ക്ക് സമാനമായതും അജ്ഞാനത്താൽ ചുറ്റപ്പെട്ടതുമാകുന്നു.
അവ കഠിനവും ക്ഷണികവുമാകുന്നു. അത് ദുഃഖമയമാകുന്നു. ജന്മമെടുത്ത ഓരോ മനുഷ്യരും മരിക്കാതെ ഇരിക്കുന്നതിന് യാതൊരു ഉപായവുമില്ല. മനുഷ്യർ വൃദ്ധരാവുകയും മരിക്കുകയും ചെയ്യുന്നു. എപ്രകാരമാണോ പാകമായ ഫലങ്ങൾ പക്വമായ കാലത്ത് അടർന്നു വീഴുന്നതിന് ഭയപ്പെടുന്നത്, അതുപോലെയാണ് ജന്മമെടുത്ത ജീവികൾ മരണത്തെയും ഭയപ്പെടുന്നത്. എപ്രകാരമാണോ കുശവനാൽ നിർമ്മിക്കപ്പെട്ട മൺപാത്രങ്ങളെല്ലാം ഉടഞ്ഞു പോകുന്നത്, അതുപോലെയാണ് പ്രാണികളുടെ ജീവനും അസ്തമിക്കുന്നത്. യുവാക്കളും പ്രായമായവരും കുട്ടികളും ബുദ്ധിമാന്മാരുമെല്ലാം മരണത്തിന് വശംവദരാകുന്നു. എല്ലാവരും മരണത്തിന് അധീനരാണ്. മൃത്യുവിന് അധീനരായ ജീവികൾ മരണത്തെ പുൽകുമ്പോൾ പിതാവിന് പുത്രനെയോ സഹോദരന് ബന്ധുക്കളെയോ രക്ഷിക്കാനാവുകയില്ല. സഹോദരന്മാരും ബന്ധുക്കളും നോക്കി നിന്നാലും പല പ്രകാരത്തിൽ വിലപിച്ചാലും മരണം ഒറ്റയ്ക്ക് തന്നെയാണ് ഒരു കൊലയാളിയെപ്പോലെ ജീവികളുടെ പ്രാണൻ എടുത്തുകൊണ്ടുപോകുന്നത്. ഇപ്രകാരം ഈ ലോകം മരണത്താലും വാർദ്ധക്യത്താലും പീഡിതമാകുന്നു. അതുകൊണ്ട് ധീരപുരുഷന്മാരും ധീരവനിതകളും ലോകത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി ദുഃഖിതരാകാതിരിക്കുക. ആരാണോ ആഗമ നിഗമങ്ങളുടെ പാതയെപ്പറ്റി, ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും പാതയെപ്പറ്റി അറിയാതിരിക്കുന്നത്, അവർ ഇവ രണ്ടും അവസാനം വരെ മനസ്സിലാക്കാതെ വൃഥ വിലപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം വിലാപങ്ങളിൽ നിന്നും എന്തെങ്കിലും സുഖം ലഭിക്കുന്നുണ്ടെങ്കിൽ സജ്ജനങ്ങൾ അപ്രകാരം ചെയ്യട്ടെ. എന്നാൽ വിലപിക്കുകയോ വിഷാദിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് മനസ്സിന് ശാന്തി ലഭിക്കുകയില്ല. പകരം കൂടുതൽ ദുഃഖത്തിന് കാരണമാവുകയുള്ളൂ. മാത്രമല്ല, ശരീരം രോഗാകുലമാവുകയും ചെയ്യുന്നു. സ്വയം അസ്വസ്ഥനാകുന്ന വ്യക്തി ക്ഷീണിതനും വിരൂപനുമായി തീരുന്നു. ഇതുകൊണ്ട് മരണപ്പെട്ടവർക്ക് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. വിലപിക്കൽ നിരർത്ഥകമാണ്. ഏതൊരു വ്യക്തിയാണോ ശോകത്തെ ഉപേക്ഷിക്കാതിരിക്കുന്നത്, അവർ അത്യധികം ദുഃഖത്തിലാഴുന്നു. മരിച്ച വ്യക്തിയെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നവരും ശോകത്തിന് വിധേയരാകുക മാത്രമാണ് ചെയ്യുന്നത്. താങ്കളുടെ കർമ്മത്തിനനുസരിച്ച് മരണം വരിച്ചതായ മറ്റു മനുഷ്യരെയും മരണത്തിന് വശപ്പെട്ട് ഇവിടെ അവസാനിച്ചതായ സകല ജീവികളെയും നോക്കുക. മനുഷ്യർ ഏതെല്ലാം രീതിയിൽ ചിന്തിക്കുന്നുവോ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. അതാണ് വസ്തുക്കളുടെ വിരുദ്ധ സ്വഭാവം. ഇങ്ങനെ ലോകത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുക. മനുഷ്യർ 100 വർഷമോ അധികമോ വർഷങ്ങൾ ജീവിച്ചിരുന്നാലും അവർ സഹോദരങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വേർപെടേണ്ടി വരും. മാത്രമല്ല, അവർ അവരുടെ ജീവൻ ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അരഹന്തിൻ്റെ ഭഗവാൻ ബുദ്ധൻ്റെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് വിലാപത്തെ ഉപേക്ഷിച്ച് മരിച്ചതായ ജഡവ്യക്തിയെ തുറന്ന് കണ്ട് അവർ ഇനി ഒരിക്കലും നമ്മോടൊപ്പം ഒന്നിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. എപ്രകാരമാണോ തീ പിടിച്ച ഭവനം വെള്ളമൊഴിച്ച് കെടുത്തുന്നത്, അപ്രകാരമാണ് ധീരനും പ്രജ്ഞാവാനും ബുദ്ധിമാനും സത്ചിന്തകനുമായ മനുഷ്യർ അവരിലുണ്ടാകുന്ന ദുഃഖത്തെ ഇല്ലാതാക്കുന്നത്. അത് അവർ വായു പഞ്ഞിയെ ഉയർത്തുന്ന അതേ വേഗത്തിൽ സ്വന്തം ദുഃഖത്തെ ഇല്ലാതാക്കുന്നു. സ്വന്തം സന്തോഷം ആഗ്രഹിക്കുന്നവരായ മനുഷ്യർ തിരിച്ചറിവ് നേടിക്കൊണ്ട് കരച്ചിലും വിലാപവും മാനസിക ദുഃഖവും അവസാനിപ്പിക്കുന്നു. ഏതാണോ ഉചിതമായത്, അനാസക്തമായത്, ചിത്തശാന്തിക്ക് പ്രാപ്തമായത്, അത് ദുഃഖത്തിന് അതീവവും ശോകരഹിതവും ശാന്തവുമാകുന്നു. ജ്ഞാനശീലരായ മനുഷ്യർ അവയെ പ്രാപിക്കുന്നു. കുറിച്ച് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അമ്മയുടെ ചിത്തശാന്തിക്ക് വേണ്ടി നമ്മൾ ചാണ്ടിങ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. എല്ലാവരും ഓം മാണി പദ്മേ 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 ഓം മാണി പദ്മേ
ॐ वाणी पद्मे हुं 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 സംസ്കാരവും അനിത്യമാണ്. ഉണ്ടായാൽ നശിക്കുക എന്നത് അവയുടെ സ്വഭാവമാണ്. സൃഷ്ടിയിൽ കൂടി ശാന്തമാകുന്നു. അവയ്ക്ക് സർവശാന്തി കിട്ടുക പരമസുഖദായകമാണ്. അപ്പം എടുക്കാമല്ലോ, ബോഡി എടുക്കാം. സംഘാര അനിച്ഛാദി 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 സംഘാര അനിച്ഛാദി